കൗമാരക്കാരായ കുട്ടികളൊക്കെ കൊലപാതകം ചെയ്യുന്നു, അക്രമം നടത്തുന്നു. എന്താണ് കാലം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. സൈക്കോളജിയിൽ ഇതിനെ ഷാഡൺ ഫ്രോയിഡ് എന്ന് പറയും. അതായത് മറ്റുള്ളവൻ വേദനിക്കുന്നത് കാണുമ്പോൾ സന്തോഷിക്കുന്ന ഒരു മനസ്സ്. ഈ 2K കുട്ടികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കളിയാക്കിക്കൊണ്ട്. എല്ലാ 2K കുട്ടികളെയും കുറിച്ചല്ല പറയുന്നത്. ഇവർക്കൊരു പ്രത്യേകത, ഇവർ ജനിച്ചു വീണത് തന്നെ വേഗതയുടെ ലോകത്താണ്, സോഷ്യൽ മീഡിയയുടെ ലോകത്താണ്. ഇവരെ വളർത്തിയത് മാതാപിതാക്കളെക്കാളേറെ സോഷ്യൽ മീഡിയയാണ് ഇവരെ വളർത്തിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇവർ വിജയങ്ങൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ ഇവർ തയ്യാറല്ല. മാതാപിതാക്കൾ പരാജയങ്ങൾ ഇവരെ പഠിപ്പിക്കുന്നില്ല. വിജയിച്ചു വാ എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിവിടുന്നത്. ഇവര് റിജക്ഷനുകൾ നേരിടുന്നില്ല, നോ പറച്ചിലുകൾ കേൾക്കുന്നില്ല. അപമാനങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. ഇവരെ ഇറങ്ങിപ്പോയി സമൂഹത്തിൽ നിന്ന് ഇവരിതൊക്കെ അനുഭവിക്കുമ്പോൾ ഇവർ അമിതമായിട്ട് റിയാക്ട് ചെയ്യാൻ, ആരുടെ മുഖത്ത് നോക്കിയും ധിക്കരിക്കാൻ ഇവർ ശീലിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ കാണുന്ന സിനിമകളിലെ നായകനൊക്കെ ഒരുപാട് പേരെ കൊന്നതിന് ശേഷമാണ് ഹീറോ ആയിട്ട് മാറുന്നത്. നന്മയുള്ള നായകന്റെ മുഖങ്ങൾ ഇവർ കാണുന്നില്ല. മറ്റുള്ളവനെ തന്നെ പോലെ കാണുന്നില്ല. അവന്റെ വേദനകൾ മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ പോകുന്ന കുട്ടികളെ 16, 17, 18 വയസ്സൊക്കെ ആയിട്ട് നിങ്ങൾ പിടിച്ചു കെട്ടാൻ നിന്നാൽ അത് നിങ്ങൾക്ക് കഴിയില്ല. കാരണം അതിനു മുമ്പെയാണ് ഇവരിൽ കടിഞ്ഞാണിടേണ്ടത്. ഇവർ ധിക്കാരികളായിട്ട് മാറുന്നതിൻ്റെ പല ഘട്ടങ്ങളിലെ കാരണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സമൂഹവും അവരോടൊപ്പം അവർക്ക് ചെയ്തു കൊടുത്ത സൗകര്യങ്ങളും അതിന് കാരണമാകാറുണ്ട്.